ജൂൺ 26. ഇന്ന് എന്തിനാണ് ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെ ഒരു ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ലോകം മുഴുവൻ നമ്മൾ എവിടെ നോക്കിയാൽ, ഒരു ചെറിയ കല്യാണത്തിന് നോക്കിയാൽ, ചെറിയ ചടങ്ങുകളിൽ നോക്കിയാൽ നമുക്കറിയാം, അവിടെ കുപ്പി പൊട്ടിക്കും, അവിടെ ബീഡി ഉണ്ടാവും, അവിടെ സിഗരറ്റ് ഉണ്ടാവും, അല്ലേ? അപ്പൊ അത്തരം കാര്യങ്ങൾ ചില ആൾക്കാരൊക്കെ അത് ഉപയോഗിച്ച് അത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് വരും. ആ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്കും എന്തുണ്ട്? ഒരു കുടുംബമുണ്ട് എന്ന് അവരെപ്പോഴും ഓർക്കണം. മനസ്സിലായോ? ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്കും എന്തുണ്ട്? ഒരു അച്ഛനുണ്ട്, ഒരു അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ചിലപ്പോൾ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഇവരെ ഒന്നും ഓർക്കാതെയാണ് സ്വന്തം സുഖം തേടിയിട്ട് അവർ ലഹരി ഉപയോഗിക്കുന്നത്. അത് പാടുണ്ടോ? അത് പാടില്ല. നമുക്ക് അതിനകത്തൊരു ഉത്തരവാദിത്വം ഉണ്ടോ? അവരെ അതിനകത്തൊന്ന് പിടിച്ചു മാറ്റണോ വേണ്ടേ? മാറ്റണോ? യെസ്. നമ്മൾ അല്പം ഉപയോഗിച്ച് തുടങ്ങുന്ന സാധനം പിന്നീട് കുറച്ചുകൂടെ കൂടുതൽ സന്തോഷം കിട്ടാൻ വേണ്ടി, കുറച്ചുകൂടെ കൂടുതൽ അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആസക്തിക്ക് വേണ്ടി അതിൻ്റെ എമൗണ്ട് കൂട്ടി പിന്നീട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക്. ഇത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും, ബുദ്ധിമണ്ഡലത്തെ നശിപ്പിക്കും, നമ്മുടെ പ്രവർത്തന മേഖലകളെ നശിപ്പിക്കും, നമ്മുടെ കഴിവുകളെ നശിപ്പിക്കും. അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ കുടുംബ സമാധാനത്തെ നശിപ്പിക്കും. തുടങ്ങി വെക്കുന്നത് പിന്നീട് അത് വിപത്തായിട്ട് വരുമെന്ന് അവരാരും ചിന്തിക്കുന്നില്ല. പിന്നീട് അത് വിപത്തായിട്ട് തീരുന്നു. ലഹരിക്കെതിരെ പൊരുതാ, പടരാ നിറയാ, ശത്രുവിനെതിരെ പൊരുതാ, ലഹരിക്കെതിരെ പൊരുതാ, പടരാ നിറയാ, ശത്രുവിനെതിരെ പൊരുതാ. ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ദീവറ്റും ലഹരിക്കെതിരെ പൊരുതുകയാണ്. ലോകത്തിന് മുമ്പിൽ വലിയ ഒരു മെസ്സേജാണ് ഞങ്ങൾ നൽകുന്നത്. കാരണം ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ അത്രയധികം മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഞങ്ങളെ സഹായിച്ച ലഹരി ഞങ്ങളുടെ ബീവറ്റാണ്. വി ലവ് ബീവറ്റ്. കാരണം ഞങ്ങൾ എല്ലാവരും ലഹരിക്കെതിരെ പൊരുതുന്നു. സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുവാനായിട്ട് ഞങ്ങൾ കഴിയുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ബീവറ്റാണ് ലഹരി.